വെൽക്കം ടു ബിഗ് സ്ക്രീൻ അപ്ഡേറ്റ്സ്. അങ്ങനെ നമ്മുടെ ആവേശം ഇയേഴ്സ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. അങ്ങനെ ഇന്നലെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ആവേശം 3 കോടിയുടെ അടുത്താണ് കളക്ഷൻ നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മൊത്തം ആവേശം 45 കോടിയോളം കളക്ഷൻ ആയിട്ടുണ്ട്. അങ്ങനെ ഫഹദ് ഫാസിലിൻ്റെ ആദ്യത്തെ 100 കോടി ആ ഒരു റെക്കോർഡ് ഇങ്ങനെ ഫാഫ തൂക്കിയിരിക്കുകയാണ്. 13 ദിവസം പിന്നിട്ടപ്പോൾ രണ്ട് സിനിമകളും 100 കോടി കളക്ഷനിലേക്ക് പോകുമെന്നാണ് തുടക്കത്തിൽ വിചാരിച്ചതെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എവിടെയോ ആ പടത്തിന് എന്തോ പറ്റി എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. കാരണം തുടക്കത്തിൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ധ്യാൻ പടം തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പടം തൂക്കിയത് ആവേശമാണ്. കാരണം വേൾഡ് വൈഡ് ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആവേശം. 100 കോടിയും കടന്നുകൊണ്ട് ആ ഒരു കുതിപ്പ് തുടരാണ്. ഇങ്ങനെ പോയാൽ അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് എത്തുമെന്നാണ് എല്ലാവരെയും പ്രതീക്ഷ. ആവേശത്തിന് അത്രയും ഹൈപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറുവശത്താണെങ്കിൽ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം വളരെ ഡിപ്പായിക്കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ. കാരണം പടം മൊത്തത്തിൽ 29,90,00,000 അടുത്താണ് കളക്ഷൻ വന്നിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 70 കോടിക്ക് മുകളിലാണ് കളക്ഷൻ എത്തിയിരിക്കുന്നത്. ആ ഒരു പടത്തിൻ്റെ ആ ഒരു റേഞ്ച് വെച്ചിട്ട് അതൊക്കെ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആവേശം പോലൊരു സിനിമയാണ്. എന്തായാലും ക്ലിയർ വിന്നർ എന്ന് പറയുന്നത് നമ്മുടെ ആവേശം തന്നെയാണ്. ഇപ്പോഴും 30 കോടി ഗ്യാപ്പ് ഉള്ളത് ഇനി ഒരു 50 കോടിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ലേറ്റസ്റ്റ് വീഡിയോക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.